തിരക്കഥാകൃത്ത് എന്ന നിലയ്ക്കുള്ള അയാളുടെ വീഴ്ചയല്ലത്. അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിലോ അതിനെ കൺസീവ് ചെയ്യുന്നതിലോ ഞാൻ കാണിച്ച, പക്ഷെ ബാലയ്ക്ക് കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ കുറച്ചുകൂടെ നന്നായി കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ചെമ്പട എന്ന് പറഞ്ഞ സിനിമ തീർച്ചയായിട്ടും വലിയൊരു പരാജയമായിരുന്നു. അതിനെ ഞാൻ പിന്നീട് വിളിച്ചത്, സ്വയം ഞാൻ വിലയിരുത്തിക്കൊണ്ട് വിളിക്കുന്നത്, വിജയകരമായി പരാജയപ്പെട്ടു. രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല ആശയങ്ങളുള്ള ഒരാളായിരുന്നു. എന്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സിർ അമൃത്വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന പടമാണ് ചെമ്പട. ബാലയാണ് ഇന്നത്തെ ബാല എന്ന് തുടക്കക്കാരനാണ്. മറ്റേ അനിൽ ബാബുവിന്റെ പടം. ആ പടം കഴിച്ചിട്ട് നിൽക്കുന്ന സമയത്താണ് ചെമ്പട സംഭവിക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ആ ചെമ്പട ഞാൻ സംവിധാനം ചെയ്യേണ്ടിരുന്ന പടമല്ല, അതൊരു അബദ്ധമായി പോയി എന്നെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചെമ്പട എന്ന് പറഞ്ഞ സിനിമ തീർച്ചയായിട്ടും വലിയൊരു പരാജയമായിരുന്നു. അതിനെ ഞാൻ പിന്നീട് വിളിച്ചത്, സ്വയം ഞാൻ വിലയിരുത്തിക്കൊണ്ട് വിളിക്കുന്നത്, വിജയകരമായി പരാജയപ്പെട്ടു എന്ന് പറയുന്നത്. ചെമ്പട നമുക്ക് അതിൻ്റെ അന്നത്തെ ഒരു ബിസിനസ് വൈസ് അതിൻ്റെ സാറ്റലൈറ്റും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പ്രൊഡ്യൂസർക്ക് ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിലുണ്ടായിരുന്നു. വലിയൊരു അപകടം പറ്റിയിട്ടില്ല. പക്ഷെ ഇന്നത്തെ സാഹചര്യമല്ല, എന്നാണെങ്കിൽ അത് വലിയ ദുരന്തമായി മാറുമായിരുന്നു. പക്ഷെ ആ സിനിമയ്ക്ക് കുറിച്ച് പറയുമ്പോൾ അതിന്റെ തിരക്കഥ ഞാനല്ല എഴുതിയത്, മറ്റൊരാളാണ് എഴുതി, MD അജയ് ഘോഷ് എഴുതി. അപ്പൊ അത് നോവലിനെ, അവർ നഗരത്തിലുണ്ടെന്ന് പറഞ്ഞ നോവലിനെ ആസ്പദമാക്കിയിട്ടുണ്ട്. അത് MD രാജേന്ദ്രന്റെ ബ്രദർ. പക്ഷെ അത് ആ തിരക്കഥാകൃത്ത് എന്ന നിലയ്ക്കുള്ള അയാളുടെ വീഴ്ചയല്ലത്. അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതിലോ അതിനെ കൺസീവ് ചെയ്യുന്നതിലോ ഞാൻ കാണിച്ച അപാകതകളാണ്. ആ ഒരു ഡയറക്ടർ എന്ന നിലയ്ക്ക് പലപ്പോഴും നമ്മൾ എഴുത്തുകാരുടെ ഒക്കെ പ്രശ്നം ഉണ്ടാവുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ സിനിമ സംവിധാനം ചെയ്യുന്നത് ഇതൊക്കെ വളരെ നിസ്സാരമായ പരിപാടിയാണ്. സംവിധായകരൊക്കെ ചുമ്മാ നമ്മളെങ്ങനെ ഇട്ട് വെറുതെ കുരങ്ങളിപ്പിക്കുകയാണ് എന്നൊക്കെ പറയുന്ന ഒരു സാധാരണ സംഭവിക്കാറുണ്ട്. അപ്പൊ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സിമ്പിൾ പരിപാടിയാന്ന് വിചാരിച്ച് ഇറങ്ങിയ ഒരാളാണ് ഞാൻ. അങ്ങനെ ഇറങ്ങുമ്പോഴാണ് ഇത് അങ്ങനെ അല്ലെന്നും ഇതിന് വലിയ ശ്രദ്ധ വേണ്ട ഒരു പരിപാടിയാണെന്ന് മനസ്സിലാവുകയൊക്കെ ചെയ്ത്, ആ ശ്രദ്ധയില്ലായ്മയും മുന്നൊരുക്കവും വേണ്ടത്ര ഇല്ലാത്തതിന്റെ പേരിലാണ് ആ സിനിമ ഓടാതിരുന്നത്, ആ സിനിമ വിജയിക്കാതിരുന്നത്. അന്നത്തെ ഒരു ബാലയുണ്ട്, അതെ. ഇന്നത്തെ ഒരു ബാലയും നമ്മൾ കാണുന്നുണ്ട്. അതെ, രണ്ടുപേരെയും അടുത്തറിയാവുന്ന ഒരാളാണ്. അതെ അതെ. എങ്ങനെയാണ് ആ ബാല? അന്നത്തെ ബാല എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ, അന്ന് ബാലയ്ക്ക് ഇവിടെ മലയാളം അത്ര ബന്ധമൊന്നുമില്ലല്ലോ, കുറച്ചുകൂടെ എന്താ പറയാ, സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരാളായിരുന്നു. സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്നല്ല, ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഇന്ന് കുറച്ചുകൂടെ അയാൾ സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇന്ന് നല്ലതും ചീത്തയുടെ വിവാദങ്ങളും ഒക്കെ ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ. പക്ഷെ ഞാൻ അന്ന് കാണുമ്പോൾ വളരെ സിൻസിയർ ആയിട്ടുള്ള, ഒരു സിനിമയ്ക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന, അതിമനോഹരമായി ഫൈറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നീട് നമ്മളെ കൂടി സുഹൃത്തായിട്ടുള്ള രാജേഷ്, എൻ്റെ ആ പടത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിരുന്നു. രാജേഷാണ് പിന്നെ ബാലയുടെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്നത്. പക്ഷെ ബാലയ്ക്ക് കുറച്ചുകൂടെ അദ്ദേഹത്തിന്റെ പ്രൊഫഷനെ കുറച്ചുകൂടെ നന്നായി കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹം തുടങ്ങിയ കാലത്ത് വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഇന്നും കമ്മിറ്റഡ് ആണ് എന്നല്ല ഞാൻ പറയുന്നത്, ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അദ്ദേഹം ആ പ്രൊഫഷനെ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കൊണ്ടുവരുന്നെങ്കിൽ നല്ലൊരു ആക്ടറായിട്ടും ഇപ്പം വളരെ മുൻനിരയിലുള്ള ഒരു ആക്ടറായിട്ട് പുള്ളിക്ക് മാറാമായിരുന്നു. ചെമ്പടയില് ഒരു ഡിസാസ്റ്റർ ആയിരുന്നെങ്കിലും പാട്ടുകൾ ഇന്നും ഓർക്കുന്നു. പ്രത്യേകിച്ചും ഒരു പ്രണയത്തിൻ താജ്മഹൽ, എന്റെ പ്രണയത്തിൻ താജ്മഹൽ എന്ന് പറയുന്ന ഗംഭീര പാട്ട്. എന്നിട്ട് പാടുന്ന ആളാണ്. ആ പാട്ടിൽ തുടങ്ങിയിട്ട് നമുക്ക് ആ കഥയിലേക്ക് വരാം. തീർച്ചയായിട്ടും. എന്താ മ്യൂസിക് ഡയറക്ടറാണ് ആ പടത്തിന്റെ, അല്ലേ? അത് ചില ജിംഗിൾസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് ചിക്കിങ് ഒക്കെ ചെയ്തിരിക്കുന്ന ആളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു മാറാത്ത നാടില് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്, പാട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ട് രവിയേട്ടനോടൊപ്പം. അതിന് ഞാൻ ചോദിക്കാം, എങ്ങനെയൊക്കെ ആ ധൈര്യം വന്നു എനിക്കറിയില്ല. അങ്ങനെയുള്ള ആള് രണ്ടുപേരും പാട്ട് പാടിയിട്ട് നമുക്ക് അതിന്റെ കഥയിലേക്ക് വരാം. ആ പാട്ട് ഉണ്ടാവുന്നത് തുഷാരഗിരി എന്ന് പറഞ്ഞ എന്റെ നാട്ടിൽ നിന്ന് ഞാൻ നടന്ന് ഫാദറുമായിട്ട് ചെറിയൊരു കശപിശ ഉണ്ടായിട്ട് നടന്നു പോകുന്ന ഇടയ്ക്ക് ഒരു കല്ലിൽ കാല് തട്ടിയിട്ട് ഒരു കുഴിയിലേക്ക് വീഴുക. ഈ കുഴിയിലേക്ക് ഇങ്ങനെ കാല് വന്നിട്ട് കാലൊന്ന് ഉളുക്കിയപ്പോൾ ഞാനൊരു സൈഡിൽ ഇങ്ങനെ മാറി നിന്നിട്ട് അമ്മേ ഇങ്ങനെ
പിടിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ മൂളിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പം അതിൻ്റെ ഒരു ട്യൂണിങ് ഉണ്ടല്ലോ. ഈ ട്യൂണിങ് അവിടുന്ന് എണീറ്റിട്ട് പിന്നെ ഞാൻ പോകുന്നത് ഈ പാട്ട് മൂളിക്കൊണ്ടാണ്. അപ്പം ഇത് എവിടുന്നാ വന്നതെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോഴും ആ ഓർമ്മയുണ്ട്. ആ സ്ഥലം എന്ന് പറയുന്നത് എത്രയോ വർഷം മുമ്പല്ലേ. ആ യാത്രക്കിടയിൽ ഞാൻ ഇതിൻ്റെ ആദ്യത്തെ 4 വരി ഫിക്സ് ചെയ്തു. ആ 4 വരി ഫിക്സ് ചെയ്തിട്ട് പിന്നീട് നമ്മുടെ രാജേഷാണ് ചെമ്പട എന്ന് പറഞ്ഞ പടത്തിൽ ഈ പാട്ട് ഉൾപ്പെടുത്തണമെന്നും നജീം അർഷാദിനെ കൊണ്ട് അത് ട്രാക്ക് പാടാൻ വന്നതാണ്. നജീം അർഷാദ് ട്രാക്ക് പാടുമ്പോൾ അന്ന് അതിന് അസോസിയേറ്റ് ചെയ്ത ആ പാട്ടിൽ കണ്ടക്ട് ചെയ്ത തേജ് ഞാനും കൂടെ കോഴിക്കോട്ടിരിക്കുമ്പോൾ കേട്ടിട്ട് പറഞ്ഞു, എന്തൊരു വോയിസാണ്, ഇയാളെ തന്നെ ഫിക്സ് ചെയ്യാമെന്ന് തീരുമാനിക്കുകയും അയാൾ അങ്ങനെ ആ പാട്ട് പാടുകയും ചെയ്യുകയായിരുന്നു. ആ കുഴിയിൽ വീണപ്പോൾ ഉണ്ടായിരുന്ന ആ വരി തന്നെയാണ് പിന്നീട് അതിന് ഉപയോഗിച്ചതും. ആദ്യത്തെ വരികൾ തന്നെ. എൻ്റെ പ്രണയത്തിൻ താജ്മഹലിൽ വന്നു ചേർന്നൊരു വനശലഭമേ, എൻ്റെ യമുന തൻ തീരങ്ങളിൽ, എൻ്റെ യമുന തൻ തീരങ്ങളിൽ അറിയാതെ കേഴുന്ന വിഴാമ്പലേ. കുഴി വീണാലും ഞങ്ങൾക്ക് സന്തോഷമുള്ളൂ. നല്ലൊരു പാട്ട് കിട്ടി. അപ്പൊ ഇനി എന്നാൽ ഒരുപാട് കുഴി വീണ് കഴിഞ്ഞാൽ നല്ല പാട്ട് കിട്ടും. കുഴി വീണ് ആരെങ്കിലും കമന്റ് ചെയ്യും, കുറച്ചുകൂടെ കുഴി വീണോളൂ എന്ന്. വലിയ ഹിറ്റായിരുന്നു. ലിറിക്സ് എഴുതിയതും ലിറിക്സ് ആൻഡ് മ്യൂസിക് ഡയറക്ടർ. എന്റെ ഏറ്റവും വലിയ അത്ഭുതം നേരത്തെ ഞാൻ ചോദിച്ചതാണ്. ഇപ്പം മാറാത്ത നാടെന്ന് പറയുന്ന പടത്തില് രവീന്ദ്രമാഷാണ് എന്റെ സംഗീത സംവിധായകൻ. അദ്ദേഹത്തിനോടൊപ്പം ഒരു പാട്ട് മ്യൂസിക് ഡയറക്ട് ചെയ്യണമെന്നൊക്കെ ഉള്ളൊരു ധൈര്യം ഇവിടെ നിന്ന്. ഹൃദയം പ്രേമാവൃതം പ്രണയാതുരം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പാട്ടാണ്. അത് നമ്മളെ പാട്ടാണ്. അത് ഞാൻ പാടുന്നില്ല, നല്ല പാട്ടായിരുന്നു. സിദ്ദിഖ് ഹംസയിലെ ഹംസയാണ്. സിദ്ദിഖ് ഹംസയില്ലേ തിരക്കഥാകൃത്ത്, ഹംസയാണ് ആ പാട്ട് എഴുതിയത്. അതെന്താ വെച്ചാൽ അതിനൊരു പാട്ട് വേണം. അപ്പൊ രവിയേട്ടനോട് പറഞ്ഞിട്ട് രവിയേട്ടൻ സമയത്ത് ആ പാട്ട് കൊടുത്തില്ല. ചെന്നൈയിലായിരുന്നു രവിയേട്ടൻ. അപ്പോ മുരളിയേട്ടനും റസാഖും ഹരിദാസ് സംവിധായകൻ ടി റസാഖും കൂടെ ഒരുമിച്ച് ആലോചിച്ചിട്ട് എന്നാ പിന്നെ എന്തിനാണ് നമ്മളെ കൂടെ തന്നെ ഉണ്ടല്ലോ സംഗീത സംവിധായകൻ, ഞാൻ ഈ പാട്ടൊക്കെ പാടി നടക്കുന്നൊക്കെ ഇവർ കാണാറുണ്ട്. ഇതിനു മുമ്പാണെന്ന് ഓർക്കണം, ഈ എന്റെ പ്രണയത്തിന് മുമ്പാണ്. അങ്ങനെ എന്നോട് പറയണം നിനക്കൊരു പാട്ട് ചെയ്യാൻ പറ്റുമോ? അപ്പൊ ഞാൻ പറഞ്ഞു പാട്ട് ചെയ്യാൻ ഇങ്ങനെ അല്ല ചെയ്യാൻ പറ്റുമോ, മുമ്പ് ആൽബംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കുന്നതാണ്. പക്ഷെ രവിയേട്ടനോട് ഞാൻ പറഞ്ഞില്ല ഈ കാര്യം. രവിയേട്ടനോട് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, രവിയേട്ടനോട് പറഞ്ഞ എന്താവും പ്രതികരണം എന്ന് എനിക്കറിയില്ല. എൻ്റെ അടുത്തൊരു സുഹൃത്ത് അൻവർ എന്ന് പറഞ്ഞൊരു സുഹൃത്ത്, ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഓണർ അൻവർ, ഒരു ദിവസം രവിയേട്ടനോട് പറഞ്ഞു, റോബിചേട്ടന്റെ പാട്ട് രവിയേട്ടന്റെ പാട്ടും ഉണ്ടല്ലോ പടത്തില്, നല്ല പാട്ടാടാ, ഞാൻ കേട്ടു, അതൊക്കെ നന്നല്ലോ, അവൻ നന്നായിട്ട് മ്യൂസിക് ചെയ്തിട്ടുണ്ടെന്നൊക്കെ രവിയേട്ടൻ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം രവിയേട്ടൻ ചൂടാവുന്നു അല്ലെങ്കിൽ എന്നോട് പറയാ ചെയ്തു എന്നൊക്കെ വിചാരിച്ചിട്ടായി ഞാൻ ഇരുന്നത്. പക്ഷെ രവിയേട്ടൻ അത് അറിഞ്ഞു. പിന്നീട് ശോഭ ചേച്ചിയുടെ അടുത്ത് ഞാനിത് പലപ്പോഴും പറയും, രവിയേട്ടൻ്റെ അടുത്ത് നേരിട്ട് പറയുകയൊക്കെ ചെയ്തു. പുള്ളി ഭയങ്കര സന്തോഷത്തിൽ തന്മയി ഭാവത്തിൽ ചിരിക്കുകയൊക്കെ ചെയ്തിട്ട് വരികയായിരുന്നു. അതൊരു ധൈര്യം ഉണ്ടാക്കി. രവിയേട്ടൻ ഒരു വലിയ പാഠപുസ്തകമായിരുന്നു. രവിയേട്ടൻ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സംഗീതം ശരിക്കും മലയാളി അത് ആസ്വദിച്ചു, അത് എക്സ്പ്ലോർ ചെയ്തു, നമ്മുടെ സംവിധായകരൊക്കെ അത് ഉപയോഗിച്ചു എന്നൊക്കെയുള്ള വളരെ പുറത്തെടുത്തു, എല്ലാ സത്ത എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല ആശയങ്ങളുള്ള ഒരാളായിരുന്നു. ഞാനും ഗിരീഷും ഒക്കെ ഒരുമിച്ചുള്ള ചില സംഗതികളുണ്ട്. രവിയേട്ടൻ പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, യേശുദാസിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചൊരു ചോദ്യത്തിന് അത് ഞാൻ പറയാം. ഒരു ദിവസം ഞാനും ഗിരീഷും കൂടെ രവിയേട്ടനോട് ചോദിച്ചു, രവിയേട്ട എന്തുകൊണ്ടാണ് യേശുദാസിനെ പോലെ ഒരു പാട്ടുകാരൻ ഉണ്ടാവാത്തത്? അപ്പൊ സ്വതസിദ്ധമായ രീതിയിൽ മുറുക്കാനൊക്കെ വെറ്റില 100 തേച്ചുകൊണ്ട് മൂളിക്കൊണ്ട്, മകളെ ഈ തിരുവനന്തപുരത്ത് സ്വാതിരുന്നാൾ സംഗീത കോളേജിൽ പോയിട്ടുണ്ടോ? അപ്പൊ പോയിട്ടുണ്ട്. അതിന്റെ ഗേറ്റ് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അവിടെ കഴിഞ്ഞ നൂറ്റാണ്ടില് അതിന്റെ ഫ്രണ്ടിലൂടെ ഒരാളിങ്ങനെ നടന്നു പോകുമ്പോൾ സ്വാമി എന്ന് വിളിച്ച് ഒരു നോട്ടം നോക്കുമ്പോൾ ഒരു മെലിഞ്ഞ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ ഇരിക്കുന്നു, വെള്ള മുണ്ടും ഷർട്ടും വേഷം, താടിയൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. രവിയേട്ടന്റെ ഭാഷയാണ്. അപ്പം ഇയാൾ ചോദിച്ചു എന്താണ്? അപ്പം പറഞ്ഞു, സ്വാമി ഞാൻ ആരെങ്കിലും വരാനായി കാത്തിരിക്കുകയാണ്. എന്തിന്? എന്തെങ്കിലും ഒന്ന് ലഭിക്കാനായി. എനിക്ക് ആരും ഒന്നും തരുന്നില്ല, എന്നെ നിരാശപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും പോവുകയാണ്. ഞാൻ എല്ലാവരോടും ചോദിച്ചു, അയ്യോ ചെറുപ്പക്കാരാ, ഞാനൊരു സന്യാസിയാകാൻ ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല താങ്കൾക്ക് തരാനായി, അങ്ങനെ പറയരുത്. അപ്പം ഇദ്ദേഹം പറഞ്ഞു, ശരി, നിങ്ങളെ ഞാൻ നിരാശപ്പെടുത്തുന്നില്ല, വെള്ളം കുടിക്കാനായിട്ടുള്ള ഒരു വെള്ള മുന്ത, ഒരു വെള്ളിപ്പാത്രം എൻ്റെ കയ്യിലുണ്ട്,
ഇത് താങ്കൾക്ക് തരാം. ആ ചെറുപ്പക്കാരൻ അത് സന്തോഷത്തോടെ ഏറ്റുവാങ്ങുകയും ഇയാൾ യാത്ര പോവുകയും ചെയ്തു. ഈ പോയ ആള് ഒരു വലിയ സന്യാസിയാകാൻ ഇറങ്ങിപ്പുറപ്പെട്ട ആളെന്ന നിലയ്ക്ക് ഹിമാലയ സാനുക്കളിലൂടെയൊക്കെ സഞ്ചരിച്ച് സർവാംഗ പരിത്യാങ്കിയായി യോഗീവര്യനായി വലിയ ഋഷി വര്യനായിട്ട് ഇയാൾ ഇതിലെയാണ് മടങ്ങുന്നതെന്ന് അറിയാതെ ഈ ഭാഗത്തൂടെ ഇങ്ങനെ പോയപ്പം അറിയാതെ അതിലൂടെ അങ്ങ് കടന്നുപോയി. ഇയാൾ ഇങ്ങനെ കടന്നുപോയതിന് തൊട്ട് പുറകെ പിന്നിൽ നിന്നും സ്വാമി എന്ന ശക്തമായ ഒരു വിളി, വളരെ ആഴത്തിലുള്ള ഒരു ഭയങ്കര പ്രൗഢ ഗംഭീരമായ വിളിയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എവിടെയോ കണ്ടു പറഞ്ഞൊരു മുഖം പോലെയുണ്ട്. വെളുത്ത ഒരു ചെറുപ്പക്കാരൻ, യോഗ്യതയുള്ള വേഷം, വെള്ള തന്നെയാണ്, പാൻ്റൊക്കെ ഇട്ടിട്ടുണ്ട്, വെള്ള തന്നെയാണ് വേഷം, താടിയൊക്കെ വളർന്നിരിക്കുന്നു, കണ്ണുകൾക്കൊക്കെ ഒരു കാന്തിക ഒരു സ്വഭാവമൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കി എന്താ ഓടി അടുത്തു വന്നു. ഞാൻ അവിടുത്തെ കാത്തിരിക്കുകയാണ്. എന്നെ കാത്തിരിക്കാനോ? നോക്കൂ ചെറുപ്പക്കാരാ, ഞാൻ ഓർമ്മകളും പ്രതീക്ഷകളും എല്ലാം ഇല്ലാതാക്കിയ ഒരു സന്യാസിയാണ്. എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല, താങ്കളെ എനിക്കറിയില്ല, താങ്കൾ ആരാണ്? പഴയ കഥ പറഞ്ഞപ്പോൾ ഇപ്പോൾ ഏകദേശം ഓർമ്മ വരുന്നു. എന്തിനാണ് ഇവിടെ കാത്തു നിന്നത്? അങ്ങ് അന്ന് എനിക്കൊരു വെള്ളി മോന്ത തന്നിരുന്നു, അപ്പോൾ അത് തിരിച്ചു തരാനാണ്. അയ്യോ, അത് എന്തിനു തിരിച്ചു തരാൻ? അല്ല, അങ്ങേക്ക് അത് തിരിച്ചു തരണമെന്ന് എനിക്കൊരു ആഗ്രഹം, അതിനുവേണ്ടി ഞാൻ കാത്തു നിൽക്കുകയാണ്. ശരി, എവിടെയാ വെള്ളി മോന്ത? ആകാംക്ഷയായി. അദ്ദേഹം പഴയ പത്രത്തിൽ പൊതിഞ്ഞ, പേപ്പറിൽ പൊതിഞ്ഞ, അതിനകത്ത് ചുവന്ന പട്ടുകൊണ്ട് പൊതിഞ്ഞ ആ വെള്ളി പാത്രം ഇങ്ങനെ തുറക്കുമ്പോൾ അതിന്റെ പ്രഭ കൊണ്ട് ഈ സന്യാസി വരുന്ന നോക്കാൻ കഴിയാതെ അദ്ദേഹം കണ്ണ് മഞ്ഞളിച്ച് കൈകൊണ്ട് മറച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, അല്ലല്ല, ഇതല്ല പാത്രം, അങ്ങ് തന്ന പാത്രം ഇത് തന്നെയാണ്. പക്ഷെ അതിന് ഇത്രയും പ്രഭയില്ലല്ലോ, ഇത്രയും തെളിച്ചമുണ്ടായിരുന്നില്ലല്ലോ. അത് സ്വാമി, അങ്ങ് എന്തെങ്കിലും വരും എന്ന് കരുതി ഈ ചുവന്ന പട്ടുകൊണ്ട് ഞാനത് തുടച്ച് രവിയേട്ടന്റെ ഭാഷയിൽ തുടച്ച് അതിന്റെ കാന്തി കൂടിപ്പോയതാണ്. ഈ സന്യാസിക്ക് കാര്യം മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, അല്ലയോ ചെറുപ്പക്കാരാ, ഈ പാത്രം സൂക്ഷിക്കാൻ ലോകത്ത് അർഹതയുള്ള ഒരേ ഒരാൾ താങ്കൾ മാത്രമാണ്. താങ്കൾ ഇത് എന്റെ ഓർമ്മയ്ക്കായി സ്വീകരിച്ചാലും എന്ന് പറയുകയും അദ്ദേഹത്തെ ഏറ്റുവാങ്ങുകയും അദ്ദേഹം അനുഗ്രഹിച്ച് യാത്ര പോവുകയും ചെയ്തു. രവിയേട്ടൻ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച്, ഗിരീഷേ, റോബിനെ, ഈ കഥയില് ഈ വന്ന ആ സന്യാസി ആരാണെന്ന് അറിയാമോ? ഇല്ല, സംഗീത ദേവതയായിരുന്നു. അപ്പം ഏറ്റുവാങ്ങിയ ആളെ അറിയാമല്ലോ, ദാസേട്ടൻ ആണല്ലോ. തൻ്റെ കണ്ഠം തുടച്ച് സംഗീതം കൊണ്ട് തുടച്ച് വൃത്തിയാക്കി പാടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ. ഇതുപോലെ മക്കളെ ഏത് രംഗത്തായാലും എഴുതി പഠിച്ച് വേദാന്തിയെ പോലെ സംസാരിക്കുന്നു. ഈ കഥ ഞാൻ പിന്നീട് ദാസേട്ടനോട് പറയാൻ എനിക്ക് ഭാഗ്യമുണ്ടായി. ദാസേട്ടൻ ആസ്വദിച്ച് കേട്ടു എന്നോട്. ഞാൻ ദാസേട്ടൻ്റെ വീട്ടിലിരുന്ന് പറയാനുള്ള ഒരു അവസരമുണ്ടായി. അപ്പൊ രവിയേട്ടൻ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ രവിയേട്ടൻ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ രവീന്ദ്രൻ എന്ന ഒരു പുസ്തകമൊക്കെ അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ശോഭ ചേച്ചി പിന്നീട് എഴുതിയുണ്ടായി. അത് എഴുതിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഒരുപാട് വേറൊരു രവീന്ദ്രൻ മാസ്റ്റർ നമുക്ക് കിട്ടുമായിരുന്നു. ചെമ്പടയുടെ ഒരു ദുരന്തമാണ്. ഒരു 14 വർഷം റോബിനെ എവിടെയെങ്കിലും ഞങ്ങൾ കണ്ടില്ല. ഒരു അജ്ഞാതവാസം എന്നൊക്കെ വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം, വിശേഷിപ്പിക്കാം. എവിടെയായിരുന്നു? നമ്മളിടയ്ക്കാട് കാണാറുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സിനിമയുടെ ലോകത്തെ എഴുത്തിലോ എവിടെയും കാണാൻ പറ്റിയില്ല. എന്ത് പറ്റിയത്? അതിനിടയ്ക്ക് 2 എണ്ണം ഒരു ചെയ്തു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ റൈസ് എന്ന് പറയുന്ന ഒരു പടം, കുക്കു സുരേന്ദ്രൻ ഡയറക്ട് ചെയ്ത പടം, നമ്മുടെ സന്തോഷ് ശിവന്റെയൊക്കെ സഹോദരൻ. പിന്നെ വീണ്ടും കണ്ണൂർ, ഹരിദാസിന് വേണ്ടി കണ്ണൂരിന്റെ 2ാം ഭാഗം. അപ്പം എന്താണ് അത്? എവിടെ പോയിരുന്നു? വളരെ ഹ്രസ്വമായി പറഞ്ഞാൽ, ഈ പരാജയത്തിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാനസികമായി തകർന്നു എന്നുള്ളത് ശരിയാണ്. എന്തായിരിക്കും അങ്ങനെ സംഭവിച്ചെന്നുള്ള അന്വേഷണം ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ, ഈ പണ്ട് മുതലേ എനിക്കുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സൗഹൃദം എൻ്റെ ഒരു വലിയ വീക്ക്നെസ് ആണ്, എൻ്റെ ഒരു ഏരിയയാണ്. ഇപ്പൊ ഡോക്ടർ MK മുനീർ വിശേഷിപ്പിക്കുന്നത് പോലെ സൗഹൃദങ്ങളുടെ രാജകുമാരൻ എന്ന് എപ്പോഴും പറയും. ഞാൻ ആ പേരിൽ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോ ആ ഒരു സംഗതിയിൽ പുതിയ മേഖലകളിലേക്ക് പോയിട്ട് ഇതിന്റെ ഒരു വിഷമം, അതിലേക്ക് ഒരു ആശ്വാസം കണ്ടെത്തൽ എന്ന നിലയിലേക്ക് പോകുന്നതിനിടയിലാണ് കേരളത്തിൽ തന്നെ അതിപ്രശസ്തനായിട്ടുള്ള, അന്നും ഇന്നും പ്രശസ്തനായിട്ടുള്ള മൈൻഡ് പവർ ട്രെയിനർ ആയിട്ടുള്ള ഡോക്ടർ PP വിജയനെ പരിചയപ്പെടുന്നു. ആ കണ്ടുമുട്ടൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ നന്നായി മദ്യപിക്കും. നസ്രാണി മകൻ, പിന്നെ കൃഷി, പാനീയം, മദ്യം എന്നുള്ളതാണ് നമ്മുടെ ട്രേഡ് മാർക്ക്. കുടിയേറ്റക്കാരന്റെ കുടി ഏറിപ്പോയതിന്റെ ഒരു രീതിയാണത്. അപ്പൊ ആ സമയത്ത് പുള്ളിയെ കണ്ടുമുട്ടി പതുക്കെ അതിൽ നിന്നൊക്കെ ഒന്ന് ഡൈവേർഷൻ വന്ന് പുതിയ ആശയങ്ങൾ, മനോബലത്തിന്റെ, മനസ്സുകൊണ്ട് പിന്നെ എന്ത് നേടിയെടുക്കാം എന്ന് പറയുന്ന ഒരു ചിന്തയുടെ പുറകെ സഞ്ചരിച്ച് ബിസിനസ് സംരംഭങ്ങളിൽ അതെങ്ങനെ ഉപയോഗിക്കാമെന്നുള്ള അത്തരം പാഠങ്ങളിലൂടെ ബിസിനസ് മാനേജ്മെന്റ് പഠിക്കുന്ന ആളുകൾ പഠിക്കേണ്ട വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിനോടൊപ്പം സഞ്ചരിച്ച് ഒരു MBA പഠിക്കുന്നതിന് തുല്യമായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു 10-12 വർഷം ഞാൻ അങ്ങ് തുടർന്നു. ആ സമയത്ത് ഇന്നിപ്പം കേരളത്തിൽ അതിപ്രശസ്തരായിട്ടുള്ള പല ട്രെയിനർമാരുടെയും
കടന്നു വരവിന് ഞാൻ നിമിത്തമായി. അവരെയൊക്കെ കൊണ്ടുവരാൻ, പഠിപ്പിക്കാൻ, ഇദ്ദേഹത്തോടൊപ്പം ചേർക്കാൻ, അദ്ദേഹത്തിന്റെ ആ പ്രസ്ഥാനത്തിന് PR ആക്ടിവിറ്റീസും മറ്റുമൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് ഒത്തിരി വ്യവസായികളായിട്ടുള്ള ആളുകളെയൊക്കെ കൊണ്ടുവരാനും ഒക്കെ കഴിഞ്ഞ ആ ഒരു യാത്ര വളരെ ഡിഫറെന്റ് ആയിരുന്നു. അതെനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള മേഖലകൾ അറിയാൻ, മനുഷ്യരെ അടുത്തറിയാനുള്ള ഒരു സംഗതി കിട്ടി. ഒരു കലാകാരൻ എന്ന എനിക്ക് അപ്പുറത്ത് എനിക്ക് പിന്നെ വേറൊരു വലിയ അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നത് ഞാനൊരു സിനിമാക്കാരനെ പോലെ പെരുമാറുന്ന ഒരാളല്ല. പൊതുവെ ആൾക്കാരെല്ലാം പറയും ആളൊരു സിനിമാക്കാരനല്ല എന്ന് പറയും. എന്നാൽ സിനിമാക്കാർ മോശക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്. അവർ കലാകാരന്മാർ എപ്പോഴും കുറച്ചൊരു ഈഗോ സൂക്ഷിക്കുന്നവരായിരിക്കും. അത് അവരുടെ പ്രകൃതമാണ്. അപ്പൊ ഞാൻ അത്രയും ഈഗോ അങ്ങനെ അധികം സൂക്ഷിക്കാറുള്ള ഉണ്ട് എങ്കിലും നല്ല ഈഗോ കൊണ്ട് നടക്കുന്നു, ചീത്ത ഈഗോ ഞാൻ കളയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എന്നോട് പുതിയ ഒരു അടുപ്പമുണ്ട്. പെട്ടെന്ന് ഞാൻ സൗഹൃദം ഉണ്ടാക്കും ആൾക്കാരുമായിട്ട്. അതും എന്റെ കൂടെ വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടണം എന്ന് പരസ്പരം പരിചയപ്പെടുത്തും. അങ്ങനെയൊക്കെയാണ് ഞാൻ പോകുന്നത്. ആ സൗഹൃദം വലിയൊരു കെട്ടുറപ്പുള്ള ഒരു വലിയ മേഖലയായിട്ട് വളരുകയും ഞാൻ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെന്ററിങ്, പേഴ്സണൽ മെന്ററിങ് തുടങ്ങുകയും ചെയ്തു. അതിപ്പോൾ ഞാൻ ഒഫീഷ്യലായിട്ടുള്ള അത്തരത്തിലുള്ള സ്ഥാപനം ആരംഭിച്ചു, മാരിയോസ് ഗ്ലോബൽ അക്കാഡമി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിന്റെ മുകളിൽ ഞാൻ കമ്മ്യൂണിക്കേഷൻ മാസ്റ്ററി പഠിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആളുകളെ എങ്ങനെയാണ് പെരുമാറ്റം, സംഭാഷണങ്ങൾ, ശരീരപരമായിട്ട് നമ്മൾ എങ്ങനെ ഇടപെടലുകൾ നടത്തണം. ആളുകൾ പലപ്പോഴും സക്സസ്ഫുൾ ആവാത്തതിന്റെ ഒരു പ്രശ്നമാണ് ഇതുള്ളത്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ എന്റെ നിരീക്ഷണങ്ങളും അനുഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. മെന്ററിങ് ഉണ്ട്. കുറെ ഇപ്പൊ കേരളത്തിലെ വളരെ പ്രശസ്തമായിട്ടുള്ള കുറെ അധികം ബ്രാൻഡുകൾക്ക് ഞാൻ പേഴ്സണൽ മെന്ററിങ് നടത്തുന്നുണ്ട്. വളരെ പേഴ്സണലി, വ്യക്തിപരമായിട്ടുള്ള എല്ലാം വളരെ പ്രശസ്തരായിട്ടുള്ള 4000-5000 കോടി വിറ്റുവരവുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് പലരും. മാർത്താണ്ഡവർമ്മയെ കുറിച്ചൊരു പടം, അതെ അല്ലേ? അതെ. ദഗു റാണ ദഗ്ഗുപതി ഒരു പടം അങ്ങനെ അനൗൺസ്മെന്റ് നടന്നിരുന്നു. അതേ ഇവിടെ വന്നൊരു പൂജയിൽ പങ്കെടുത്തു പങ്കെടുത്തു മധു സാറിനെ വെച്ചിട്ട്. അതെ, കെ മധു സാർ. അപ്പൊ എന്തായാലും അത് പിന്നെന്താ ചെയ്തത്? ഞാൻ കെ മധു സാറിന്റെ ആ പടത്തിന്റെ ഒരു ആലോചന നടത്തി, അതിന്റെ ഒരു തിരക്കഥ രചനയൊക്കെ പൂർത്തിയാക്കി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് കോവിഡ് സംഭവിക്കുന്നത്. കോവിഡ് സംഭവിച്ചതിന് ശേഷം അന്ന് ഏതാണ്ട് ഒരു 140 കോടിയോളം രൂപ ഇൻവെസ്റ്റ്മെന്റ് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണ് അന്ന്. പല സാങ്കേതികപരമായ കാര്യങ്ങളിലൊക്കെ അന്ന് എക്സിക്യൂഷന്റെ പ്രശ്നങ്ങളൊക്കെ 5 വർഷം മുമ്പ് എന്ന് പറയുന്നത് ഇന്ന് കാണുന്ന അത്രയും സൗകര്യങ്ങളില്ല. അപ്പം അത്രയും വലിയ സിനിമ മലയാളത്തിന് ആലോചിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സംഗതിയും കൂടി ഉണ്ട്. പക്ഷെ റാണ ദഗ്ഗുപതിയെ പോലുള്ള ആൾ വന്നപ്പോൾ അവരതിന്റെ പ്രൊഡക്ഷൻ പാർട്ണറായിട്ട് അതിന്റെ മേജർ ചങ്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് അവരെടുക്കാമെന്നുള്ള ഒരു സമ്മതം വന്നു. ഈ കോവിഡ് വന്നതോടുകൂടി ആ എല്ലാ കാര്യങ്ങളും ഒന്ന് സ്ലോ ഡൗൺ ചെയ്തു. അത് പക്ഷെ മുന്നോട്ട് പോയിട്ട് ഇപ്പൊ ഞാനിപ്പം കെ മധു സാറിന് വേണ്ടിയിട്ട് ഞാനിപ്പോ ഒരു ചെറിയ പടം, ഒരു ത്രില്ലർ സിനിമ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ കുറിച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഉടനെ ഉണ്ട് അത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ വർഷം ഒരു പടം സംവിധാനം ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ വർഷം പിന്നെ അനൗൺസ് ചെയ്തതാണ്. സിദ്ധാർത്ഥ് എന്ന പേരിൽ ഈ ക്യാമ്പസ് റാഗിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ എഴുത്തെല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് ഈ ഒരു ചെറിയ പടം കയറി വന്നത്, എഴുതാൻ കയറി വന്നത്. അത് കഴിഞ്ഞ ശേഷം ഞാൻ കുറെ നാളായല്ലോ സിനിമ ചെയ്തിട്ട്. അപ്പൊ ഈ ഒരു സിനിമയിൽ കൂടുതൽ എല്ലാവരോടും ഞാൻ ആ ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ഇനിയിപ്പോ അടുത്തൊരു നല്ലൊരു സിനിമ, ഇങ്ങനെ ഒരു സിനിമ ലൈബ്രറിയിലേക്ക് വന്നിട്ട് ഈ വർഷം ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം ആ സിനിമ ചെയ്തിട്ട് പിന്നെ മാർത്താണ്ഡവർമ്മയുടെ പ്രവർത്തനങ്ങൾ വീണ്ടും പുനരാരംഭിച്ചു. അപ്പൊ സെവൻ ആർട്സ് മോണിറ്ററാണ് അതിന്റെ ലൈൻ പ്രൊഡ്യൂസർ. അവര് വീണ്ടും സജീവമായി റാണയ്ക്കായിട്ട് ചർച്ചകളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ കുറച്ചുകൂടെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് ഞാൻ അതിന്റെ പുറകിൽ ഒരുപാട് റിസർച്ചുകൾ, എനിക്ക് തോന്നുന്നു അതുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ രാജവംശത്തിന്റെ ഒരു ടോട്ടൽ റിസർച്ച് ഒരുപക്ഷെ എന്റെ അടുത്തോ ആയിരിക്കാം ഏറ്റവും കൂടുതലുള്ളത്. കാരണം അത്ര ആധികാരിക രേഖകളൊന്നും ലഭ്യമല്ല. അതൊരു ഫ്രാഞ്ചൈസിയാണ്, ഒരു സീക്വൽ ആയിട്ടുള്ള പടമായിരിക്കും അത്. അതിന് പുറമെ ധർമ്മരാജയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ഒരു സിനിമ കൂടിയുണ്ട്. അതൊരു വലിയ സിനിമയായിരിക്കും. ഒരുപാട് ആർട്ടിസ്റ്റുകളൊക്കെ ഇപ്പൊ കുറച്ചുകൂടെ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ അത് വലിയ കൂടെ സംഭവ്യമാണ്. പിന്നെ എനിക്ക് പൊതുവെ ഈ ചരിത്രപരമായ ഇത്തരം കാര്യങ്ങളിലൊക്കെ പുറകിൽ ഒക്കെ വർക്ക് ചെയ്യാനൊക്കെ വലിയ താല്പര്യമാണ്. മലയാളത്തിലൊരു വലിയ പ്രഗത്ഭനായിട്ടൊരു സംവിധായകൻ ഇപ്പൊ എന്നെ കണ്ടിട്ട് എൻ്റെ അടുത്ത് സംസാരിച്ചു, അദ്ദേഹത്തിന്റെ ഒരു ചരിത്ര സിനിമ വർക്ക് ചെയ്യണം, അപ്പൊ നിങ്ങളാകുമ്പോൾ ഒരു ചരിത്രത്തിന്റെ ആളാണല്ലോ എന്ന് പറഞ്ഞ് എനിക്കത് വലിയ സന്തോഷമായി. അത് ഞാൻ പറയാറായിട്ടില്ല, അങ്ങനെയും കൂടെ സുഹൃത്താണ്, തീർച്ചയായിട്ടും അത് പറയാം. അപ്പൊ അദ്ദേഹം അത് വളരെ സീരിയസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ അത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ ഇടയ്ക്ക് സിനിമ ചെയ്യാതിരുന്നു നന്നായി എന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഞാൻ റെഗുലറായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ സിനിമ ഫീൽഡിൽ ഔട്ടായാൽ. ഇപ്പോഴും നമ്മളിവിടെ സിനിമ ഔട്ടായോ ഇല്ലയോ എന്നുള്ള ചോദ്യം വേറെ, ഇപ്പോഴും ഞാനിവിടെ ശ്രമങ്ങളുമായിട്ട് ഇവിടെ ഉണ്ട് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സന്തോഷമല്ലേ. അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, റൈറ്റേഴ്സ് യൂണിയനിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു, വീണ്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പം തീർച്ചയായിട്ടും ദിലീപിന്റെ ഒരു വലിയ ഒരു പ്രോജക്റ്റ്
അതിനെക്കുറിച്ചുള്ള ഒരു അനൗൺസ്മെന്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡ്രീം പ്രോജക്റ്റ് ആയിട്ടാണ് ദിലീപ് അതിനെ കണക്കാക്കുന്നത്. ഞാനിപ്പോഴും അതിന്റെ എഴുത്തിലേക്കൊന്നും കടന്നിട്ടില്ല. എപ്പോഴും എന്നോട് ചോദിക്കും എന്തായി ബായി, അതെന്താ ചെയ്യേണ്ടത്. അത് വളരെ പ്രത്യേകതകളുള്ള അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സിനിമയാണ്. അപ്പം അത് ഞങ്ങൾ എന്തെങ്കിലും ഒരു ദിവസം ആ സിനിമ ചെയ്യും. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ മമ്മൂക്കയായിട്ടുള്ള ഒരു സിനിമയും, ലാൽ സാറ് ഉന്നതങ്ങളിൽ പോലുള്ള ഒരു സിനിമയിൽ അദ്ദേഹം ഒരു ഗസ്റ്റ് വേർഷൻ ചെയ്തു. അതെ, മനോജ് കയ്യനും ലാലേട്ടനുള്ള പടം. അപ്പൊ അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ലാൽ സാറ് അപ്പൊ ആ സീനൊക്കെ കഴിഞ്ഞിട്ട് ആന്റണിയോട് പറഞ്ഞു അത്രേ, ബാബുരാജ് എന്നോട് പറഞ്ഞു, നടൻ ബാബുരാജ്, ആന്റണി അയാളെ ശ്രദ്ധിക്കണം, അയാൾ നല്ല റൈറ്റർ ആണല്ലോ, പുള്ളിയെ വെച്ചിട്ട് നല്ല സബ്ജക്ട് ഉണ്ടാക്കാൻ പറ എന്ന് പറഞ്ഞിട്ട് ആന്റണി തന്നെ എന്നെ വിളിച്ചു, ചേട്ടാ ഒരു സബ്ജക്ട് ഉണ്ടാക്കാൻ പറഞ്ഞ് ഞാൻ ലാൽ സാറിനെ പോയി കണ്ട് സബ്ജക്ട് ഉണ്ടാക്കി. അത് സുരേഷ് ബാലാജി ആദ്യം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു, പിന്നെ സ്വർഗീത്ര അപ്പച്ചനായിട്ട് തീരുമാനിച്ചു. പിന്നെ അവരെന്തോ ഒരു മാനസികമായ എന്തോ പ്രശ്നത്തില് അന്ന് നടന്നില്ല. അപ്പോൾ ആന്റണിയായിട്ട് ഇപ്പോഴും നല്ല ആ റിലേഷൻഷിപ്പ് സൂക്ഷിക്കുന്നുണ്ട്. മഹാന്മാരായിട്ടുള്ള 2 നടന്മാർ അവരെ വെച്ചിട്ട് ഇനി കഥകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 2 കഥകൾ സ്ട്രോങ് ആയിട്ടുള്ള. ഞാനിപ്പം എപ്പോഴും ഒരു കഥയും പറയുമ്പോൾ ഒറ്റ പ്രാവശ്യം പറയുന്ന ആ കഥ ഓക്കെ ആവണം. ഒരു കഥയും നമ്മൾ പോയിട്ട് വെറുതെ ഒരു കഥ പറച്ചിലായിട്ട് ഇന്നുവരെയും പോയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് വളരെ എന്താ പറയാ, പെക്യുലർ ആയിട്ടുള്ള ഒരു ട്രെൻഡ് സെറ്റർ ആയിട്ട് മാറാൻ സാധ്യതയുള്ള, എക്കാലത്ത് ഓർമ്മിച്ചിരിക്കാവുന്ന അത്തരത്തിലുള്ള 2 കഥകൾ വന്നിട്ടുണ്ട്. ഒന്ന് മമ്മൂക്കയും ഒന്ന് മോഹൻലാലിനെയും വെച്ചിട്ട്. അതെ, അത് വൈകാതെ തന്നെ സംഭവിക്കാനാണ് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ വീണ്ടും നമ്മുടെ ഈ സിനിമാ ഇടങ്ങളിലേക്ക് റോബിൻ പതിവ് പോലെ എന്നല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ കൂടുതൽ ശോഭയോടെ തിരിച്ചു വരാൻ ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്.